ഒരു നോർമൽ ബിസിനസ് നമ്മൾ ചെയ്യുന്ന SEO ആ. ഈ ഇ-കോമേഴ്സിനകത്ത് വരുന്ന SEOയും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ ഇതിലും ഡിഫറൻസ് ഉണ്ട്, നമ്മുടെ അപ്രോച്ചിലും ഡിഫറൻസ് ഉണ്ട്. അത് നമ്മുടെ നമ്മുടെ റിയൽ ലൈഫിലുള്ള നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഉണ്ടാവും അത്. നമ്മളൊരു സർവീസ് അന്വേഷിച്ചിട്ട് ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം അവിടെ കാണേണ്ടത് ഒന്നുകിൽ റിസപ്ഷനിസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വറീഡാവും. കാരണം നമ്മളെ സ്വീകരിക്കാനായിട്ട് ഒരാൾ, എന്താ നിങ്ങളുടെ പ്രോബ്ലം എന്ന് ചോദിക്കാൻ വേണ്ടി ഒരാൾ. അപ്പോൾ നമ്മൾ പറയുന്നു, അപ്പോൾ അവർ നമുക്ക് പറയുന്നു ഇന്ന ഡോക്ടറെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ രീതി. നമ്മൾ ആ ഒരു പ്രൊസീജിയറിലൂടെ ആയിരിക്കും അവർ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ഒരു സംഭവം നമ്മുടെ സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളിലൊക്കെ ഉണ്ടാവും. നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഹോം പേജ് നമ്മുടെ ഒരു പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ലുലു മാളിലേക്കോ കയറുമ്പോൾ നമ്മളൊരു റിസപ്ഷനിസ്റ്റിനെ പിന്നെ പ്രതീക്ഷിക്കുന്നില്ല, അല്ലേ? നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിങ്ങിൽ കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈവൻ നമ്മളൊരു ക്രിസ്മസ് സമയത്താണ് നമ്മളൊരു ഷോപ്പിലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് കയറുമ്പോൾ തന്നെ ക്രിസ്മസ് ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ കേക്കുകൾ ഇതൊക്കെ നമുക്ക് അവിടെ കാണുക. ഇതാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ആ എക്സ്പെക്റ്റേഷൻ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് പാലിക്കണം മിനിമം, ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഹോം പേജ് മുതലേ ആ ഒരു ഡിഫറൻസ് തുടങ്ങും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോം പേജിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു സർവീസ് വെബ്സൈറ്റുകൾക്ക് വേണ്ട ഒരു അപ്രോച്ച് അല്ല അവിടെ വേണ്ടത്. നമ്മളൊരു മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റുകളാണ്. നമ്മൾ വാങ്ങാനാണ് പോകുന്നത്. അപ്പോൾ വാങ്ങാൻ പോകുന്ന ഒരാൾക്ക് പ്രൊഡക്റ്റുകൾ കണ്ടേ പറ്റും. അവിടെ നമ്മുടെ തിയറിയും വിഷനും ഒന്നും ആദ്യമേ പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നതെന്ന് അവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒരൊറ്റ പ്രോബ്ലം ആയിരിക്കില്ല ചിലപ്പോൾ സോൾവ് ചെയ്യുന്നത്. പക്ഷേ തീം ബേസ്ഡ് ആയിട്ടുള്ള ചില പ്രൊഡക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിംഗിൾ പ്രൊഡക്റ്റ് അങ്ങനെ കാണുമല്ലോ. ചില ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകൾ ചില തീം ബേസ്ഡ് ആയിട്ട് ചില പ്രോബ്ലം മാത്രം സോൾവ് ചെയ്യുന്നത്, അതിനൊരു ഡിഫറെൻ്റ് അപ്രോച്ച് ഉണ്ട്. പക്ഷേ വലിയൊരു ഈ പറഞ്ഞ പോലെ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം പല ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ ഫീച്ചർ ചെയ്യുക, ഷോക്കേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഹോം പേജിൻ്റെ ഒരു സംഭവം. കാരണം നമ്മളൊരു മാളിലേക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രതീതി തന്നെ അവിടെ കിട്ടണം. അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആളുകൾ വേണമെന്നില്ല. നമുക്കൊരു ഇന്ന സെക്ഷനിലേക്ക് പോകുമെന്ന് പറയാൻ ആളുകൾ വേണമെന്നില്ല. എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നാൽ മതി. കാരണം ആ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഡിസ്പ്ലേ തന്നെ നമ്മളോട് സംസാരിച്ചു തുടങ്ങും. ഇത് നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റാണ്, ഇതിൻ്റെ പ്രൈസ് ഇത്രയാണ്. ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലിക്കിലേക്ക് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഇൻഫർമേഷൻ ആർക്കിടെക്ചറും സൈറ്റ് ആർക്കിടെക്ചറും ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് ഈ പോകുമ്പം നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നമ്മളവിടെ കാണുന്നു. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ നമുക്കതിൻ്റെ വേരിയൻസ് ഒരു പക്ഷേ കാണും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ചിലപ്പോൾ കാറ്റഗറി പേജിലേക്ക് പോകും, അവിടെ നിന്ന് പ്രൊഡക്റ്റ് പേജിലേക്ക് പോകും. അത് എത്രത്തോളം ഫാസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. ഒരുപാട് ക്ലിക്ക് പോയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്റ്റ് പേജിലേക്ക് എത്തിയിട്ട് ഈ പറഞ്ഞ പോലെ ആ ജേർണിയിൽ ചിലപ്പോൾ കസ്റ്റമർ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇൻഫർമേഷൻ ആർക്കിടെക്ചറിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അവിടെ ഇത് സർവീസ് വെബ്സൈറ്റിലും ശ്രദ്ധിക്കണം, എങ്കിൽ പോലും ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ഈ സൈറ്റ് സ്പീഡ്, ലോഡിങ്, ഇത്തരം കാര്യങ്ങളിൽ. അത് മാത്രമല്ല പ്രോഡക്റ്റ് വളരെ ഈ പറഞ്ഞ പോലെ കാറ്റഗറിക്കലി നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ആളുകൾ ഡീവിയേറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോം പേജിൽ നിന്ന് ഹോം പേജിലാണ് ഒരാൾ ലാൻഡ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ഹോം പേജിലായിരിക്കില്ല ലാൻഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ആ ഫ്ലിപ്കാർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ flipkart.com സെർച്ച് ചെയ്ത് ചിലപ്പോൾ പോയി ഹോം പേജ് ലാൻഡ് ചെയ്ത് അങ്ങനെ പോയി എന്ന് വരാം. മിക്കവാറും അങ്ങനെയല്ല. നമ്മൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോബ്ലം ആണ് പറഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ലാൻഡിങ് പേജ്, ചിലപ്പോൾ ഒരു കാറ്റഗറി ലാൻഡിങ് പേജിലായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ ക്ലിക്ക് ചെയ്ത് അടുത്ത നമുക്ക് വേണ്ട ആക്ഷൻ എടുക്കാനുള്ള പേജിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്തണം. അപ്പോൾ അവിടെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്റ്റോറി നമുക്ക് പറയാമെങ്കിൽ പോലും വളരെ ക്രിസ്പായിരിക്കണം. അത് വാങ്ങാൻ വരുന്നവന് എന്താണ് വേണ്ടത് എന്നുള്ളത്, അയാൾക്ക് ബെനിഫിറ്റാണ് ആദ്യം കിട്ടുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചർ എന്താണ്, സ്പെസിഫിക്കേഷൻ എന്താണ്, ഇത്രയാണ് വേണ്ടത്. അതല്ലാതെ നമ്മുടെ ആ ബ്രാൻഡിന്റെ വിഷൻ അവിടെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ വളരെ ക്രിസ്പായിരിക്കണം. അതെ, പ്രൊഡക്റ്റ് അവയർനെസ് ചിലപ്പോൾ അറിഞ്ഞിട്ട് വരുന്നവരുണ്ടാവാം, അറിയാതെ വരുന്നവരും ഉണ്ടാവാം. പക്ഷെ അറിഞ്ഞിട്ട് വരുന്നവർക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും അവിടെ കൊടുക്കണം. എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ ഒരു അപ്രോച്ച് കൊണ്ടുവരണം ഇതിനകത്ത്. പിന്നെ പല ആളുകളും SEO ചെയ്യുന്ന സമയത്ത്, ഇ-കൊമേഴ്സ് SEO ചെയ്യുമ്പോൾ മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഏജൻസിയിലായാൽ പോലും അവർ ചെയ്യുന്നത് ചില ചെക്ക് ലിസ്റ്റുകളാണ്. ഇപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെയ്യും കേട്ടോ. അതായത് പ്രോഡക്റ്റ് പേജ് അല്ലെങ്കിൽ കാറ്റഗറി പേജുകൾ, പ്രോഡക്റ്റ് പേജുകൾ, ഇതിൻ്റെ ചെക്ക് ലിസ്റ്റുകൾ പ്രോപ്പറായിട്ട് ചെയ്യും. അതിൻ്റെ CRO ചെക്ക് ലിസ്റ്റുകളും എല്ലാം ഉണ്ടാവും. പക്ഷേ മറന്നു പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും പ്രോഡക്റ്റ് വിൽക്കുന്നത് ആ പ്രോഡക്റ്റിൻ്റെ USPs എന്ന് പറയുന്നത് അത് എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല.
ആ പ്രൊഡക്റ്റിനൊരു വിഷൻ ഉണ്ടാവും. ഒരേ ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഒരു ഷൂസ് നൈക്കി വെക്കുമ്പോഴും അഡിഡാസ് വെക്കുമ്പോഴും ഇവർക്ക് രണ്ടുപേർക്ക് രണ്ട് വിഷൻ ഉണ്ട്. ഇപ്പോൾ ഡെക്കാത്തലണിന് ഒരു വിഷൻ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നൈക്കിക്ക് ഒരു വിഷൻ ഉണ്ടാവും, ഇവർക്കൊരു വിഷൻ ഉണ്ടാവും. പലപ്പോഴും ഈ വിഷനെ നമ്മുടെ നമ്മുടെ മാർക്കറ്റിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പഠിക്കും. പല ബ്രാൻഡുകൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവും. മൈജി എന്നുള്ള ഒരു ബ്രാൻഡ്, ഓക്സിജൻ എന്നുള്ളൊരു ബ്രാൻഡ്, ഇവർ രണ്ടുപേർക്കും ഡിഫറൻറ്റ് ബൈയിങ് എക്സ്പീരിയൻസ് ആണ് കൊടുക്കാൻ പറ്റുക. അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ മൈജി ആയാലും ഓക്സിജൻ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ നമുക്ക് ഇവിടെയാണെന്നുള്ള QRS അല്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ ബ്രാൻഡുകളുണ്ട്. ഇവരെല്ലാം ഡിഫറൻറ്റ് ബൈയിങ് എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. അത് ഇവരുടെ ഒരു വിഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൽ കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാവാം, കസ്റ്റമർ കെയർ ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അവർക്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന റിവാർഡ് പോയിന്റ്സ് ഉണ്ടാവും. ഇത് എല്ലാം ഈ പറഞ്ഞ പോലെ പരിഗണിച്ചിട്ട് നമുക്ക് ഇവരുടെ വിഷൻ കൂടി ഇതിനകത്ത് കൊണ്ടുവരണം. അത് എങ്ങനെ കൊണ്ടുവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇതെല്ലാം ഈ കണ്ടന്റ് മാർക്കറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ വലിയ കഥകൾ എഴുതി പിടിപ്പിച്ചുകൊണ്ടല്ല, നമുക്ക് കാറ്റഗറി പേജിന് അല്ലെങ്കിൽ ഈ പറയുന്ന പേജുകൾ നമുക്ക് കൃത്യമായിട്ട് എന്താ പറയുക ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും പറ്റും. ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ഒരു കലയാണ്, അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വേറൊരു എന്താ പറയുക ഒരു ആർട്ടാണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറോട് പറഞ്ഞ പോലെ ഇതൊരു കലയാണ്. അപ്പോൾ ഇതൊരു മത്സരമായിട്ട് അല്ലാത്തതുകൊണ്ട് പല ആളുകൾക്കും കപ്പ് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ കാറ്റഗറി പേജ് എന്ന് പറയുന്നത് ശരിക്കും അത് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു ബുദ്ധിമുട്ടുമാണ്. എൻജോയ് ചെയ്ത് ചെയ്യാനും പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല ആളുകളും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷൂസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാക്കും, പിന്നെ റണ്ണിങ് ഷൂസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാക്കും. പക്ഷെ കാറ്റഗറി ഇങ്ങനെയൊന്നും അല്ല വർക്കൗട്ട് ആവുന്നത് പലപ്പോഴും. കാരണം ആളുകൾ സെർച്ച് ചെയ്യുന്നത് അവരുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ബേബി ഗിഫ്റ്റ് ഫോർ ക്രിസ്മസ് അങ്ങനെയായിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ രീതിയിലൊരു കാറ്റഗറി പേജ് വേണം. അവിടെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് മാത്രം പോരാ, അല്ലെങ്കിൽ ബേബി ഗിഫ്റ്റ് എന്ന് മാത്രം പോരാ. പിന്നെ ഒരു പ്രത്യേക ഒക്കേഷൻ വരുമ്പോൾ, ഇപ്പോൾ വാലന്റൈൻസ് ഡേ വരുമ്പോൾ, അപ്പോൾ അതിനകത്ത് തന്നെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഫോർ ഗേൾസ്. അപ്പോൾ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ജനറിക് ആയിട്ട് ഉണ്ടാക്കിയാൽ പോരാ. അപ്പോൾ കാറ്റഗറി പേജ് വളരെ സ്പെസിഫിക് ആയിട്ട് ഓഡിയൻസ് എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ഒരു സൈക്കോളജി മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതൊരു ആർട്ടാണ് യഥാർത്ഥത്തിൽ. കീവേഡ്സിനെക്കാളും നമുക്ക് ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ബയോ പേഴ്സോണ തന്നെയാണ്. ആളുകൾ ചിന്തിക്കുന്ന പല രീതിയിലായിരിക്കാം. ഇപ്പം അതിൽ തന്നെ വേറൊരു കാര്യം ഉണ്ടാവും. ഫസ്റ്റ് ആനിവേഴ്സറി ഗിഫ്റ്റ്, സെക്കൻഡ് ആനിവേഴ്സറി ഗിഫ്റ്റ്, ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഫസ്റ്റ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആണ്. 15 വർഷം കഴിഞ്ഞുള്ളൊരു ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ അത്ര എക്സൈറ്റിംഗ് അല്ല. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ കാറ്റഗറി പേജിലും നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ കാറ്റഗറി പേജ് ഒരുപാട് ബ്രോഡ് ആവരുത്, അത് സ്പെസിഫിക് ആവണം. പിന്നെ പുതിയ പുതിയ സാധ്യതകൾ അന്വേഷിച്ച് പോകണം കാറ്റഗറി പേജ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഇപ്പോൾ ഇ-കൊമേഴ്സ് ചെയ്യുന്ന എല്ലാവരും പറയാറുണ്ട് ഈ കാറ്റഗറി പേജാണ് ശരിക്കും ഒരു ഗോൾഡ് മൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ആർട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആളുകളെ മനസ്സിലാക്കി, ആളുകളെ പഠിച്ച് അവർ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ അഡ്രസ്സ് ചെയ്യും. ഇപ്പം ഞാനൊരു ഇത് വാങ്ങാൻ പോയാൽ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ പോയാൽ ആ സെയിൽസ് പേഴ്സൺ നല്ല ആളാണെന്നുണ്ടെങ്കിൽ അയാൾ പല ചോദ്യങ്ങളും ചോദിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇത്രയേ ചോദിക്കൂ, എനിക്കൊരു ലാപ്ടോപ്പ് വേണം. അപ്പോൾ അയാൾ ചോദിക്കും എന്ത് ചെയ്യുന്നു? അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീഡിയോ എഡിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ റിസർച്ച് ആണ്, അല്ലെങ്കിൽ ഡേ ടു ഡേ ഈ പറഞ്ഞ പോലെ ഡാറ്റ എൻട്രി ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ജോലി പറയുമ്പോൾ അയാൾക്ക് അറിയാം ഡാറ്റ എൻട്രി ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അധികം ഗ്രാഫിക് വർക്കുകൾ വരുന്നില്ല. അപ്പോൾ ഒരുപാട് മെമ്മറി വേണ്ട. അപ്പോൾ ഡെഡിക്കേറ്റഡ് ഒരു ഗ്രാഫിക് കാർഡ് തന്നെ വേണമെന്നില്ല. പക്ഷേ വീഡിയോ എഡിറ്ററാണ് ഇപ്പോൾ ജോലി എന്ന് പറയുമ്പോൾ ഈ സെയിൽസ്മാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഈ ഇ-കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത്, ഓൺലൈനിലേക്ക് വരുമ്പോൾ ഈ സെയിൽസ് പേഴ്സൺ അവിടെ ഇല്ല. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇതെല്ലാം മനസ്സിലാക്കണം. അതന്നെ നമ്മുടെ കാറ്റഗറി പേജാണ്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ കണ്ടന്റ് ആണ് സെയിൽസ് പേഴ്സൺ. അപ്പോൾ എനിക്കൊരു വീഡിയോ ഒരാളിങ്ങനെ ചോദിക്കുന്നത് വിച്ച് ഇസ് ദ ബെസ്റ്റ് ലാപ്ടോപ്പ് ഫോർ വീഡിയോ എഡിറ്റേഴ്സ്. അപ്പോൾ ആ രീതിയിലൊരു കാറ്റഗറി പേജ് അവിടെ വേണ്ടി വരും. അപ്പോൾ ലാപ്ടോപ്പ് എന്ന് മാത്രം ഒരു കാറ്റഗറി പേജ് മതിയാവില്ല, അല്ലെങ്കിൽ ഇത്ര മെമ്മറിയിൽ കൂടുതലുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ പല രീതിയിലായിരിക്കും സെർച്ച് ചെയ്യാം. ആളുകൾ സെർച്ച് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല എൻ്റെ ഇ-കൊമേഴ്സിൽ ഇത്ര കാറ്റഗറി ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യണം എന്ന് നമുക്ക് ഒരു നിബന്ധന ആരോടും വെക്കാൻ പറ്റില്ല. ആളുകൾ തോന്നുന്ന രീതിയിൽ സെർച്ച് ചെയ്യും.